തനിയേ ഏങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം ജീവിതം ജീവിതം. നാടകത്തിന്റെ കാര്യങ്ങൾക്കായി പോകുന്ന ഉദയവർമ്മയെ വിലക്കുന്ന വസുന്ധര നന്ദനയുടെ അനുവാദത്തോടെയാണ് തന്റെ യാത്രയെന്ന് അമ്മയോട് പറയുന്ന ഉദയവർമ്മ. മനീഷിനെ തിരക്കി സുമിത്രയുടെ വീട്ടിലെത്തുന്ന ലൈലയുടെ അച്ഛനും അമ്മയും. ലൈലയും മനീഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചറിഞ്ഞ് സുമിത്ര ഞെട്ടുന്നു. ലൈലയെ സുമിത്രയുടെ വീട്ടിലാക്കി മടങ്ങുന്ന അച്ഛനും അമ്മയും. ഉദയന്റെ സ്വഭാവം മെച്ചപ്പെടുത്താനായി നന്ദനയോട് സംസാരിക്കുന്ന വസുന്ധര. ഇനി തുടർന്ന് കാണുക. ഇന്നത്തെ പോലെ ഇനി നാടകത്തിന്റെ കാര്യത്തിന് ഇറങ്ങാൻ തുടങ്ങുമ്പോ വേണ്ടെന്ന് ഉദയനോട് ഒന്ന് പറയണം. അതൊരു ഭാര്യയുടെ ഉത്തരവാദിത്വമാ. പക്ഷേ ഞാനങ്ങനെ പറഞ്ഞ അറിയാലോ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന്. ചിലപ്പം മൊഷിയുമായിരിക്കും. ആ അപ്പം നമുക്ക് ആലോചിക്കാം പിന്നീട് എന്തു വേണമെന്ന്. നാടകമെന്ന് വെച്ചാ ഉദയന് കമ്പമാ. ആ കമ്പം ജീവിതത്തിനോട് തോന്നിയാ മതി. ഞാൻ അധികാരം സ്ഥാപിക്കുകയാണെന്ന് സംശയിക്കാൻ സാധ്യതയുണ്ടമ്മേ. അതൊരു പക്ഷേ ഗുണത്തേക്കാൾ ദോഷം ചെയ്തേക്കാം. മോളെ, ഭാര്യയ്ക്ക് തീർച്ചയായും ഭർത്താവിന്റെ മേൽ അധികാരമുണ്ട്. നന്ദന വെറുതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടേക്ക് വന്നതല്ല. ഉദയൻ അവിടെ വന്ന് പെണ്ണ് കണ്ട് സമ്മതം പറഞ്ഞിട്ടാ കല്യാണം നടത്തിയത്. നിങ്ങൾ രണ്ടാളും സന്തോഷമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കുന്നത് കാണണം എനിക്ക്. നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് ഈ കുന്നത്തൂർ കോവിലകത്തിന് ഇനി കൂടുതൽ ഐശ്വര്യമുണ്ടാവേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ കല്യാണം കൊണ്ട് എന്ത് കാര്യം? ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഉദയന് നന്ദനെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന്റെ ബലത്തിൽ അവനൊരു പുതിയ ജീവിതം ഉണ്ടാവണം. അമ്മേ, ഇനി മോളുടെ കയ്യിലാ എന്റെ മോന്റെ ജീവിതം. അത്രേ പറയാനുള്ളൂ. അമ്മായിയമ്മേ മരുമോളും കൂടി എന്തോ സീരിയസ് ആയി ചർച്ച ചെയ്യാം. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലേ നീ അങ്ങോട്ട് പോയത്? എനിക്ക് നേരിട്ട് അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അഥവാ അങ്ങനെ ചെന്നാ തന്നെ എന്നെ കാണുമ്പോഴേ നിങ്ങളുടെ അമ്മ സംസാരിച്ചു വന്ന വിഷയം മാറ്റില്ലേ? സ്റ്റെയർ കേസിൽ നിന്ന് എത്ര ചെവിവട്ടം പിടിച്ചിട്ടും പറയുന്നത് വ്യക്തമായുമില്ല. എന്തായാലും അമ്മയാ സംസാരിക്കുന്നതത്രേ. നന്ദനെല്ലാം കേട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും അവളങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് തോന്നുന്നു. അവളോ? ചേട്ടത്തിയമ്മയാ നന്ദന, അത് മറക്കണ്ട. ആ പെണ്ണിനെ ഞാൻ ചേട്ടത്തിയമ്മാന്ന് വിളിക്കാനോ? കൊള്ളാം. അതെ, വിളിക്കാനും അടുക്കാനും ഒന്നും പോവണ്ട. അങ്ങനെ എങ്ങാനും കണ്ടാലാ എന്റെ വിധം മാറുന്നത്. എന്നെക്കാളും പ്രായം കുറവാ നന്ദനയ്ക്ക്. നീ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്? നന്ദന അങ്ങനെ വിളിച്ചാ മതി എരിയേട്ടൻ. അതെന്തെങ്കിലും ആവട്ടെ, നീ വിഷയത്തിലേക്ക് വാ. ഉദയേട്ടൻ രാവിലെ എറണാകുളത്തേക്ക് പോയതിനെ പറ്റിയ ചർച്ചയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അമ്മയ്ക്കത് ക്ഷീണമായിട്ടുണ്ട്. പുത്തൻ മരുമോളുടെ മുമ്പിൽ അമ്മയുടെ ഇമേജിന് ചെറിയൊരു കോട്ടം തട്ടിയിരിക്കല്ലേ. അത് അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും നന്ദനയുടെ മുമ്പിൽ.
ഉദയേട്ടൻ നാടകത്തിന്റെ പിന്നാലെ പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പക്ഷേ ഇന്നലെ കല്യാണ ദിവസമായിരുന്നില്ലേ? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റൊരു ദൂരയാത്ര. ഒരു പുതുമണവാളിന് അങ്ങനെയൊക്കെ തോന്നും. ഈ പുതുമോടി എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ നവവധുവിനെയും കൊണ്ടുപോകണം. നന്ദനെ കൂടി ഉദയേട്ടന്റെ കൂടെ വിടാൻ അമ്മ ഒരു ശ്രമം നടത്തിയത്. അപ്പോഴേക്കും ആള് കാറെടുത്ത് സ്ഥലം വിട്ടു. എല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു കാര്യം. എന്താ എരിയേട്ടാ? ഈ ദാമ്പത്യ ബന്ധത്തിൽ എന്തൊക്കെയോ ചില ഏച്ചുകെട്ടലുകളുണ്ട്. ഏച്ചുകെട്ടലോ? അതെ. അല്ലെങ്കിൽ ഉദയേട്ടൻ ഇന്നിങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോവില്ല. പോയാൽ പുത്തൻ ഭാര്യ അത് സഹിക്കില്ല. നന്ദന ഒരു കൂസലുമില്ലാതെ കൂളായിട്ടല്ലേ നിൽക്കുന്നത്. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം ഉദയേട്ടൻ വലിയ ഗൗരവത്തിലെടുത്തിട്ടില്ലെന്നുള്ളതാ ചുരുക്കം. അതെ. നാടകത്തിൽ തന്നെയാ ഇപ്പോഴും പുള്ളിക്കാരന്റെ മനസ്സ്. അതായത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അത് തന്നെയാ ഇന്നും ഉദയേട്ടന്റെ നിലപാട്. അമ്മ പറഞ്ഞതുകൊണ്ട് താലി കെട്ടി, അല്ലാതെ ഭർത്താവായതിന്റെ പേരിൽ പുള്ളിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല. അങ്ങനെ വിചാരിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയല്ലേ നമ്മളും ആഗ്രഹിച്ചത്, അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിച്ചതും. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ സന്തോഷിക്കല്ലേ വേണ്ടത് എഴുതിയേട്ടാ. പക്ഷെ കാർത്തികേ, ഇത് നമ്മുടെ നിഗമനം മാത്രമാണ്. തന്നേക്കാൾ ഡബിൾ ഏജുള്ള ഒരാളുടെ ഭാര്യ അവൻ നന്ദന സമ്മതിച്ചെങ്കിൽ അവളുടെ ഭാഗത്തും എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടാവാനിടയുണ്ട്. പ്രതാപേട്ടൻ ആലോചന കൊണ്ടുവന്നപ്പോഴേ അത് പറഞ്ഞതല്ലേ. വിദ്യേച്ചിക്ക് ആദ്യത്തെ പ്രേമവിവാഹത്തിലുണ്ടായ കൊച്ചാ നന്ദന. അച്ഛനേതോ കാര്യസ്ഥന്റെ മോനായിരുന്നു എന്നൊക്കെ. പ്രതാപേട്ടൻ പറയുന്നത് അതേപടി വിശ്വസിക്കണ്ട. നാരദർക്കും ശകുനിക്കും മന്ധരയിലൊരു പുത്രനുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് പ്രതാപേട്ടൻ. ആ പിന്നെ കാർത്തിക ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എരിയേട്ടൻ പറ. നന്ദനയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെകഞ്ഞെടുക്കാനുള്ളൊരു ശ്രമം നടത്തണം. കയ്യിൽ നിന്നെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന്. ഒരു പെണ്ണിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം ചൂഴ്ന്നെടുക്കാൻ മറ്റൊരു പെണ്ണിന് കഴിയും. പക്ഷേ അങ്ങനെ ഒരു കാര്യവും വിട്ടുപറയുന്ന പാർട്ടിയെ നന്ദനെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ പഠിച്ച കള്ളി, അല്ലെങ്കിൽ ഉരിയാട പെണ്ണ്. രണ്ടായാലും അവളുടെ ഉള്ളറിയാനുള്ള മിടുക്ക് നീ കാണിക്കണം. അതിനുള്ള സാമർഥ്യമൊക്കെ എൻ്റെ വൈഫിനുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെതായ വഴി നോക്കും. അതൊന്നും വേണ്ട, ഞാനും നോക്കട്ടെ. മറ്റൊരു കൂട്ടം കൂടി ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയുടെ ശല്യം ഒന്നുകൊണ്ട് മാത്രം ആ കല്യാണം നടന്നത്. ഇതുകൊണ്ട് ആർക്കൊക്കെ ഗുണമുണ്ടായാലും ഇല്ലെങ്കിലും ദോഷം ഉണ്ടാകാതിരിക്കേണ്ടത് നമുക്ക് മാത്രം, എനിക്കും എരിയേട്ടനും. കോലോത്ത് ആൺകുട്ടിയില്ല എന്നുള്ളതാണല്ലോ അമ്മയുടെ പ്രശ്നം. ഒരാൺകുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഈശ്വരൻ തന്നില്ല. ആ ഭാഗ്യം നന്ദനയ്ക്കുണ്ടായാൽ ഞാൻ ഈ തറവാട്ടിൽ ആരും അല്ലാതാവും. അതുകൊണ്ട് നന്ദനയ്ക്കൊരാൺകുട്ടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അവളുടെ ഗർഭവും പ്രസവവും ഒക്കെ നടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് പറ. നന്ദനയെക്കുറിച്ച് അമ്മയ്ക്കുള്ള മതിപ്പ് മാറണം. പകരം അവളെ ഏറ്റവും കുഴപ്പം പിടിച്ച പെണ്ണാണെന്ന് അമ്മയ്ക്ക് തോന്നണം. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കൊള്ളാലോ. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, എന്നാലും നമ്മുടെ ആവശ്യമല്ലേ. ഞാൻ ആ വഴിക്കൊരു ശ്രമം നടത്താൻ പോവുക. ധൈര്യമായിട്ട് നിൽക്ക്, ഞാനുണ്ട് കൂടെ. അങ്ങനെ ഈസിയായി നന്ദന കുന്നത്തൂർ കോവിലകത്തെ അകത്തമ്മയാവണ്ട. ഏതെങ്കിലും കാര്യസ്ഥനുണ്ടായ മോളല്ല ഈ കാർത്തിക. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഈ കോലോത്തെ തമ്പുരാട്ടിക്കുട്ടിയാ.
കഥാപുസ്തകമാണെങ്കിൽ നോക്കണ്ട കേട്ടോ. ഉദയേട്ടന്റെ കയ്യിൽ നാടകവുമായി ബന്ധപ്പെട്ട ബുക്കുകളേ ഉള്ളൂ. ഞാൻ വെറുതെ നോക്കിന്നേ ഉള്ളൂ. അല്ല, നന്ദനിക്ക് പുസ്തകം വായനയുടെ അസുഖമുണ്ടോ? അസുഖം എന്ന് വെച്ചാ ഒരു പുസ്തകവുമായി എവിടെയെങ്കിലും ചടഞ്ഞു കൂടിയാൽ പരിസരം മറന്ന് അതിന് മുങ്ങിപ്പോകുന്ന സൂക്കേടുണ്ടോന്ന്. ഭർത്താവിന്റെ ശീലം അതാണേ, അതുകൊണ്ട് ചോദിച്ചതാ. സേതുലക്ഷ്മി കുഞ്ഞമ്മ ഉള്ളപ്പോ നല്ല ബുക്സ് ഒക്കെ കൊണ്ടുവരുമായിരുന്നു. മുത്തശ്ശിക്ക് അസുഖമായ പിന്നെ വായിക്കാൻ സമയം കിട്ടാറില്ല. ക്ലാസിക്കുകളാ കുഞ്ഞമ്മ വാങ്ങിക്കൊണ്ടുവരിക. അത്തരം വിലപിടിപ്പുള്ള കുറെ പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്. പാചകരത്നം, പൂന്തോട്ട നിർമ്മാണം, തുന്നൽ ചിത്രകല, അതിനെപ്പറ്റിയുള്ള ക്ലാസിക്കായ പുസ്തകങ്ങളുണ്ട്. സമയം പോലെ നന്ദനയ്ക്ക് വായിക്കാൻ തരാം കേട്ടോ. അല്ല നന്ദനെ, ഉദയേട്ടൻ നാടക റിഹേഴ്സലിനാണോ അതോ സ്റ്റേജ് പ്രോഗ്രാമിനാണോ പോയിരിക്കുന്നത്? അറിയില്ല, നാടകം എന്നേ പറഞ്ഞുള്ളൂ. അല്ല, എന്താ അതൊക്കെ ചോദിക്കാതിരുന്നത്? ഞാനിപ്പോ അത് അറിഞ്ഞിട്ട് എന്തിനാ? അറിയണം, കാര്യമുണ്ട്. നാടകത്തിൽ അഭിനയിക്കൊക്കെ ചെയ്യോ? അഭിനയം മാത്രോ? ഉദയേട്ടൻ നാടകം എഴുതും, അഭിനയിക്കും, സംവിധാനം ചെയ്യും. അതിന്റെ സംഗീതം, നൃത്തം എന്ന് വേണ്ട, നാടകത്തിന്റെ അരങ്ങത്തും അണിയറയിലും നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മൂപ്പര് റെഡിയ. ആ, അങ്ങനെയല്ലേ നടിമാരുടെ ആരാധനാപാത്രമായത്. ഞാനിപ്പോ പറഞ്ഞത് നന്ദന കേട്ടില്ലേ? നടിമാർക്കേ ഉദയവർമ്മ എന്ന് വെച്ച ജീവനാണെന്ന്. ഉദയൻ മാഷ്, ഉദയൻ സാർ, ഉദയേട്ടൻ, ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാ വിളിക്കുന്നത്. മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും കിട്ടുന്നത് നല്ല കാര്യല്ലേ? ആണ്, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇവിടെ വളരെ ബുദ്ധിമുട്ടി ഒന്നോ രണ്ടോ വാക്ക് ഉരിയാടുന്ന ഉദയേട്ടൻ നാടകക്കാരുടെ ഇടയിൽ ചെന്ന ഭയങ്കര വാചകമാ. ആ, പ്രത്യേകിച്ച് നാടക നടിമാരുടെ ഇടയിൽ. കാർത്തിക ചേച്ചി പോയി കണ്ടിട്ടുണ്ടോ? ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ അറിയും എനിക്ക്. എന്തൊക്കെയോ വലിയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പത്രത്തിലും ടിവിയിലും വാർത്ത വന്നിരുന്നു. നാടകക്കാരുടെ അവാർഡിനൊക്കെ എന്താ വില? ഇപ്പൊ എല്ലാവർക്കും സിനിമ മതിയല്ലോ. അതെ, അത് പറഞ്ഞില്ല. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ ഉദയേട്ടനെ. പുള്ളി പോയില്ല. നാടകം വിട്ട് എങ്ങോട്ടും ഇല്ലാത്രേ. ഒരു കണക്കിന് നന്നായി. മനസ്സിന് ചാഞ്ചാട്ടമുള്ള ആണുങ്ങൾ സിനിമയിൽ അഭിനയിക്കൂടി ചെയ്താൽ പിന്നെ ചാഞ്ചാടാനേ നേരം കാണും. ഉദയന്നൂർ നേരം ഇതുവരെ വിളിച്ചില്ല നന്ദനെ? ഇല്ല. അയ്യോ, അതെന്താ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്നാലും ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് ഒന്ന് വിളിച്ച് വിവരം അന്വേഷിക്കുന്നതല്ലേ മര്യാദ? അമ്മാവന്മാർക്കൊക്കെ പല തിരക്കുകളാ. പ്രതിഭയുണ്ടല്ലോ അവിടെ. വലിയ സുന്ദരിയാണെന്നാ പ്രതിഭയുടെ ഭാവം. മുഴുവൻ മേക്കപ്പ് ആണെന്ന് കണ്ടാലറിയാം. എരിയേട്ടൻ പറയുമായിരുന്നു, എന്റെ പകുതി പോലും കളറ് വരില്ല പ്രതിഭയ്ക്കെന്ന്. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞിരുന്നു. സത്യമാണോ എന്തോ? ഇന്നലെ കല്യാണ സ്ഥലത്ത് ആരോ അടക്കം പറയുന്നത് കേട്ടതാ. നന്ദനെ സംബന്ധിച്ചുള്ള വിവരം ചോദിക്കട്ടെ? എന്താ ചേച്ചി? ഉദയന്നൂരുകാർക്ക് നന്ദനയോട് വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു അല്ലേ? ശരിക്കും ജോലി ചെയ്യിക്കുമായിരുന്നു എന്നാ ഞാൻ കേട്ടത്. ഉള്ളതാണോ നന്ദനെ? നോണയാ. അവിടെ എല്ലാവരും എന്നോട് എന്നും സ്നേഹേ കാണിച്ചിട്ടുള്ളൂ. എന്താവശ്യപ്പെട്ടാലും അമ്മാവന്മാരെ വാങ്ങിത്തരും. പ്രതിഭമായി അതുപോലെ തന്നെയാ. പിന്നെ വീട്ടിലെ ജോലികൾ നോക്കുന്നത് ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ജോലിക്കാരെ ഏർപ്പാടാക്കുന്നതാ കുറച്ചില്ലെന്നാ എന്റെ ഒരു അഭിപ്രായം. പിന്നെന്തിനാ ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് അവര് നന്ദനെ നിർബന്ധിച്ചത്? ഇഷ്ടമില്ലാത്ത കല്യാണം എന്ന് ആര് പറഞ്ഞു? എന്റെ ഇഷ്ടവും സമ്മതവും ചോദിച്ചിട്ടാ കല്യാണം ഉറപ്പിച്ചത്. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ചേച്ചിക്ക്? അയ്യോ, സംശയമൊന്നുമില്ല.
ഒരു വിവരം അറിഞ്ഞപ്പോ അതിന്റെ സത്യാവസ്ഥ അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മനസ്സിലൊന്നും മറച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല. ലോല ഹൃദയമോ കാർത്തികയ്ക്കെന്ന് എതിയേട്ടൻ എപ്പോഴും പറയും. അല്ല, നിങ്ങളെപ്പോഴാ ഹണിമൂൺ ട്രിപ്പിന് പോകുന്നത്? അതോ പോകുന്നില്ലേ? ആലോചിക്കുന്നതേ ഉള്ളൂ, ഒന്നും തീരുമാനിച്ചില്ല. ഞാനും എതിയേട്ടനും കല്യാണത്തിന്റെ 3-ാം ദിവസം പറന്നു. പറഞ്ഞോ? ആ, മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എല്ലായിടത്തും പോയി മധുവിധു ആഘോഷിച്ചു. എനിക്ക് യാത്രകളിൽ വലിയ താല്പര്യമൊന്നും ഇല്ലേ ചേച്ചി. വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഒതുങ്ങിക്കൂടാനാ ഇഷ്ടം. അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോണം. 2 ദിവസം കഴിയട്ടെ. സമയമുണ്ടെങ്കിൽ ചേച്ചി കൂടെ വരണേ. അയ്യോ, പിന്നെന്താ. ഹലോ, ആണല്ലോ. ആര്? ആ, വിദ്യാഭാരതിയോ? പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. വിദ്യയുടെ മോളോ? അത് ഇന്നലെ വരെ. നന്ദന ഇപ്പോ എന്റെ മോളാ. മോളെ വിളിക്കാം. നന്ദനേ, മോളെ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ വിദ്യേ. ഈ ബന്ധം മുൻകൈയെടുത്ത് നടത്തി തന്നതിന് പ്രതാപനോടുള്ള നന്ദി ഒരിക്കലും മറക്കില്ല ഞാൻ. നന്ദനേ, മോളെ. ഇവിടുത്തെ ലാൻഡ് ഫോൺ കൂടെ കൂടെ പണി മുടക്കും വിദ്യയെ. അല്ല, വിദ്യക്ക് മോളെ മൊബൈലിൽ വിളിക്കാലോ. എന്താ? ഹലോ, ഹലോ വിദ്യേ. പറഞ്ഞപ്പോഴേക്കും കട്ടായി പോയല്ലോ. എലഞ്ഞിക്കിൽ നിന്ന് വിദ്യയാ വിളിച്ചത്, മോളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ. ഞാൻ പറഞ്ഞു ഇനി മുതൽ നന്ദന എന്റെ മോളാണെന്ന്, ഞാൻ നോക്കിക്കോളൂന്ന്. അല്ല, നന്ദനയ്ക്ക് മൊബൈൽ ഫോണില്ലേ? ഇല്ല. അതിശയായിരിക്കുന്നല്ലോ. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എവിടെ നോക്കിയാലും വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്നത് പോലെ ആളുകൾ ഫോണിൽ കളിക്കുന്നത് കാണാം. എന്തിനേറെ ഭിക്ഷക്കാരുടെ കയ്യിൽ പോലും ഉണ്ട് പുതിയ ഫാഷനിലുള്ള മൊബൈലുകൾ. ഇത്രയും നാളായിരുന്നിട്ടും ഒരു ഫോൺ വാങ്ങിക്കാത്തത് എന്താ മോളെ? അമ്മ തന്നൊരു ഫോൺ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിപ്പോ ചെറിയമാവന്റെ കയ്യിലാ. രഘുനാഥന് അങ്ങനെ ചില മൂശേട്ട സ്വഭാവങ്ങളുണ്ട്. നന്ദനയ്ക്ക് നല്ലൊരു ഫോൺ അത്യാവശ്യമാ. പുറത്തു പോയാൽ ഉദയനെ ഒന്ന് വിളിക്കണം തോന്നിയാ പിന്നെ എന്തു ചെയ്യും? അകലേക്കെങ്ങും പോകുന്നില്ലല്ലോ, പിന്നെ വിളിക്കേണ്ട കാര്യം എന്താ? തൊട്ടടുത്ത മുറികളിൽ ഇരിക്കുന്നവര് പോലും ഇപ്പൊ തമ്മിൽ സംസാരിക്കുന്ന മൊബൈലിലല്ലേ. ഉദയന്റെ കയ്യിൽ പഴയ ഫോണ് വല്ലതും കാണും. അവനത് തന്നിട്ട് പോകായിരുന്നല്ലോ. തന്നില്ലെങ്കിലേ മോള് ചോദിച്ചു വാങ്ങിക്കണം. അതിന് മടിയൊന്നും വിചാരിക്കരുത്. അങ്ങനെ 1-2 തവണയാവുമ്പോ ആവശ്യമറിഞ്ഞ് അവൻ പെരുമാറും. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അമ്മേ. അതുകൊണ്ടാ ഞാൻ എല്ലാം പറഞ്ഞു തരുന്നത്. നോക്കിയും കണ്ടും ഒരു കാര്യവും ചെയ്യുന്ന സ്വഭാവം ഉദയനില്ല. മോള് വേണം ആ കുറവ് നികത്തിയെടുക്കാൻ. നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരുപാട് ദൂരമുണ്ട് മുന്നിൽ. ആ കാര്യം മോള് മറക്കണ്ട. എത്തിയോ മോളെ? നന്ദനെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓഫീസിൽ നിന്ന് വരികയാണോ ഇപ്പോ? അമ്മ വിളിക്കുമ്പോ ഞാൻ ടൗണിലുണ്ടായിരുന്നു. ബാങ്കിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നേ.
അമ്മ വിളിച്ചോ? ആ വാ മോളെ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. ഇതാണ് അലക്സി. നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന മാനേജരാ. കല്യാണത്തിന് ഞാനുണ്ടായിരുന്നു, പരിചയപ്പെട്ടതുമാണ്. ആ തിരക്കിനിടയിൽ മേഡം മറന്നുപോയതായിരിക്കും. ആ എവിടെ അലക്സി ഞാൻ പറഞ്ഞ സാധനം? ആ കൊണ്ടുവന്നുണ്ട്. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാ കോവിലകത്തെ എല്ലാ ബിസിനസ്സും തടസ്സം കൂടാതെ പോകുന്നത്. ഉദയന്റെ ഉഴപ്പിനെ പറ്റി ഞാൻ മോക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഉത്സാഹം ഉണ്ടെന്ന് ഭാവിക്കുന്നതല്ലാതെ ഏതീന്ദ്രനും കണക്കാ. ഇതമ്മേ. ഇതാ മോളെ, വാങ്ങ്. അമ്മ ഇത് മോക്ക് ഒരു പുതിയ മൊബൈൽ ഫോണാ. ആ, എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമുണ്ട്, വാങ്ങിക്കേ. എന്റെ ഒരു സമ്മാനമാണെന്ന് വിചാരിച്ചോളൂ. വാങ്ങിക്കും മോളെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക അലക്സി. തരൂ മേഡം. എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടോ? ആ കൊള്ളാം അല്ലേ മോളെ? ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സിമ്പിളാ. മാഡം ഫോൺ ഉപയോഗിക്കാറുള്ളതല്ലേ? ഞാൻ നോക്കിക്കോളാം. അത് സിം ഇതിലുണ്ട്, ഇട്ട് തരണോ? വേണ്ട, ഞാൻ ഇട്ടോളാം. ഫുൾ ചാർജ് ആവുന്നവരെ കുത്തിയിടണം. അല്ല, ഇതിന്ന് എപ്പോഴത്തേക്ക് വിളിക്കാൻ പറ്റുമോ മിക്കവാറും അലക്സി? ഇന്ന് വൈകിട്ട് തന്നെ ആക്ടിവേറ്റ് ആവും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നാ ശരി മേഡം. ആ അലക്സി ഇരിക്കെ, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. വേണ്ടമ്മേ, ഞാൻ ഇറങ്ങാം. ആ, ചായ ഇപ്പൊ എടുക്കാം, കുടിച്ചിട്ട് പോ മോനെ. ഇപ്പൊ വേണ്ടമ്മേ, ഓഫീസിലെത്തിയിട്ട് കാര്യമുണ്ട്. എന്നാ ശരി. ശരി മേഡം. നല്ല പയ്യനാ, എന്തു പറഞ്ഞാലും കേൾക്കും. എടുത്തു ചാടുവൊന്നുമില്ല. ഇത് വില കൂടിയ ഫോണാന്ന് തോന്നുന്നു. ഇപ്പൊ ഇതിന്റെ ആവശ്യം എന്താമ്മ? വിദ്യയെ വിളിക്കണ്ടേ? ഉദയന്നൂര് വിളിച്ച് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അതിന് ലാൻഡ് ഫോൺ ഉണ്ടല്ലോ. സ്വന്തമായിട്ടൊരു മൊബൈൽ ഉള്ളതുകൊണ്ട് ദോഷമൊന്നുമില്ല നന്ദനെ. പ്രധാനമായിട്ട് ഉദയനെ വിളിക്കാൻ വേണ്ടിയിട്ടാ ഈ ഫോൺ വാങ്ങിയത്. വീട്ടിൽ നിന്ന് മാറിയാ പിന്നെ പോയ വഴിയെന്നുള്ള അവന്റെ രീതി മാറണം. ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്ന് അവന് തോന്നണം. ഇടയ്ക്കിടയ്ക്ക് ഉദയനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. അത് ശല്യമായിട്ട് തോന്നിയാലോ? തോന്നണം, ആദ്യ ശല്യമായിട്ട് തന്നെ തോന്നണം. പിന്നെ പിന്നെ ആ ശല്യം ഒരു രസമായിട്ട് മാറണം. മോള് വിളിക്കുന്നതും കാത്തിരിക്കണം ഉദയൻ. അതാണ് ഭാര്യ എന്ന നിലയ്ക്കുള്ള മോളുടെ വിജയം. ആ മോൾ അത് കൊണ്ടുവന്ന് ചാർജ് ചെയ്യേ.